നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം. വിശദമായ അന്വേഷണത്തിന് 3 അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം. മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് വിശദമായ അന്വേഷണമെന്നാണ് ഉത്തരവിലുള്ളത്. ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞുമാറുന്നതുമായ മറുപടികളാണ് CMRL എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത്. KSIDC മറുപടി പോലും നൽകിയില്ല എന്നും വെള്ളിയാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ ഉണ്ട്. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന PV പിണറായി വിജയൻ തന്നെയാണെന്ന് പരാതിക്കാരനായ കേരള ജനപക്ഷം നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാം, എനിക്കെന്തെങ്കിലും സംഭവിച്ചു, ഇതിന് പെറ്റീഷൻ കൊടുത്ത പലരും ആത്മഹത്യ ചെയ്തായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ തന്നെ, എന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ തന്നെ ഈ കേസ് മുമ്പോട്ട് പോകാൻ 5 പേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, ROC പോണ്ടിച്ചേരിയിൽ നിന്നും A ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല. 24 ഡൽഹി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം അവഗണിക്കാനുറച്ച് CPIM. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വിലയിരുത്തലാണ് ഇന്ന് ചേർന്ന CPIM സംസ്ഥാന കമ്മിറ്റിക്കുണ്ടായത്. CPIM BJP ധാരണപ്രകാരമുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യമന്ത്രിയായാലും മകളായാലും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് CPIMന്റെ തീരുമാനം. നേരത്തെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നീക്കം വ്യക്തിക്കെതിരെയല്ല, വിശാലമായ രാഷ്ട്രീയ നീക്കമാണെന്ന് CPIM വിലയിരുത്തുന്നു. സംസ്ഥാന കമ്മിറ്റിയിലാണ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത്. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് നേരത്തെ LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചിരുന്നു. ഇത് ഇന്ത്യയിൽ BJP എല്ലാ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിലുള്ള ചരിത്രം. കേന്ദ്ര അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുൻപ് നിലയ്ക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് ഉപ്പിലിട്ടോ എന്ന് സംശയമുണ്ടെന്നും പരിഹാസം. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ്. ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ പരിപാടിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ധാരണയിലേക്ക് CPIMഉം BJPയും പോവുകയാണ്. ഇരവാദമുയർത്തി രക്ഷപ്പെടാമെന്ന് CPIM കരുതേണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. ഈ ഇരവാദമുയർത്തിക്കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള ആ ധാരണ മാറ്റിവെക്കണം. തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിൽ പോകും. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും മകളാണെങ്കിലും നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് അവരും ഓർമ്മിക്കണം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം എത്രത്തോളം മുന്നോട്ടു പോകുമെന്നതിൽ സംശയമുണ്ടെന്ന് K മുരളീധരൻ MPയും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷ പിന്തുണ തേടി സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷവുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി. മറ്റന്നാൾ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും. കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്ന് നവകേരള സദസ്സ് വേദിയിൽ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ ഒരു ഘട്ടത്തിലും സംസാരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറായിട്ടില്ല. എന്തോ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് കോൺഗ്രസും UDFും. പല വിധത്തിൽ കേന്ദ്രം സംസ്ഥാനത്തെ വീർപ്പുമുട്ടിച്ചിട്ടും അതിനെതിരെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷം സർക്കാരുമായി സഹകരിക്കുന്നില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ആക്ഷേപം. നവകേരള സദസ്സ് വേദികളിൽ സർക്കാർ അത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. ഇതിനിടെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷവുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും. കേന്ദ്രത്തിനെതിരെ സർക്കാർ നടത്താനിരിക്കുന്ന നീക്കങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടും.
കേന്ദ്ര സമീപനത്തെ വിമർശിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും പ്രതിപക്ഷം ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള പ്രതിപക്ഷ നിലപാട് നിർണായകമാകും. 24 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷം ഓൺലൈനായി പങ്കെടുക്കും. യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കായിരുന്നു ക്ഷണം. തിങ്കളാഴ്ചയാണ് യോഗം നടക്കുക. വിവരങ്ങളുമായി എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കാം എന്ന തീരുമാനം പ്രതിപക്ഷത്തുണ്ടാവുന്നു. പക്ഷേ ഈ യോജിച്ചുള്ള സമരം, അതിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത? നേരത്തെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് നമുക്ക് മുമ്പിലുണ്ട്. എന്താണ് കരുതേണ്ടത് എ വി ജയശങ്കർ? റീജിത്ത്, നിലവിലെ സാഹചര്യത്തിൽ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കാമെന്നാണ് UDF എത്തിയിരിക്കുന്ന ധാരണ. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യം പ്രതിപക്ഷം അറിയിച്ചത്. എന്തായാലും തിങ്കളാഴ്ച നടക്കുന്ന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കും. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ ഇല്ലെങ്കിൽ LDF-ഉമായി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് നിലവിൽ പ്രതിപക്ഷം തയ്യാറല്ല. കാരണം നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ പോലീസ് വേട്ടയാടുന്ന സാഹചര്യം, സംസ്ഥാനത്തെ മറ്റ് പല പ്രക്ഷോഭങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം നയിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ഒരു സമരത്തിന് പരസ്യമായി വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നാണ് പൊതുവിൽ UDF-ലുള്ള ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുമിച്ചൊരു പ്രക്ഷോഭത്തിന് എന്തായാലും പ്രതിപക്ഷം നിലവിൽ ആലോചിക്കുന്നില്ല. പക്ഷേ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നു എന്നൊരു സന്ദേശം നൽകുന്നതിന്റെ കൂടി ഭാഗമായാണ് ഓൺലൈനായി പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ഇത്തരത്തിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് മറ്റൊരു സന്ദേശം നൽകുമെന്നത് കൂടി പരിഗണിച്ചാണ് ഓൺലൈനായി പങ്കെടുക്കാമെന്നൊരു തീരുമാനത്തിൽ നിലവിലെത്തിയിരിക്കുന്നത്. ഈ യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങളും യോഗത്തിൽ പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന എല്ലാം കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ തീരുമാനങ്ങൾ UDF-ൽ കൂടി. ശരി, എന്തായാലും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല പ്രതിപക്ഷം, പക്ഷേ ഓൺലൈനായി പങ്കെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി. പാലക്കാട് SP ഓഫീസിലേക്ക് നടന്ന മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. സർക്കാരിനെതിരെ സൈക്കിൾ റൈഡ് സമരം നടത്തുമെന്ന് RYF പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ പ്രവർത്തകർ എത്ര പ്രകോപിപ്പിച്ചിട്ടും പോലീസ് സംയമനം പാലിച്ചു. കല്ലും വടികളും വന്നു വീണിട്ടും പോലീസിന്റെ ചെറുത്തുനിൽപ്പ് ജലപീരങ്കിയിൽ ഒതുങ്ങി. കല്ലുകൊണ്ട് ജലപീരങ്കിയുടെ ബീക്കൺ ലൈറ്റ് പൊട്ടി. 5ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി. പാലക്കാട് SP ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. കണ്ണൂരിൽ വനിതാ പ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് സംഘടനയുടെ തീരുമാനം. സംസ്ഥാന സർക്കാരിനെതിരെ RYF സൈക്കിൾ റൈഡ് സമരത്തിന് ആഹ്വാനം ചെയ്തു. വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെ തുടർച്ചയായ സമരങ്ങൾ നടത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. പാലക്കാട്, തൃശൂർ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ നോട്ടീസ്. കോടതിയിൽ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ട് വ്യാജമെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് നിയമ നടപടി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാനഹാനി ഉണ്ടാക്കിയതിന് വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യമുണ്ട്. നാളെ രാവിലെ 10:30 AKG സെന്ററിൽ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. യൂത്ത് കോൺഗ്രസിന്റെ കൊച്ചി കമ്മീഷണർ ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ MLA-മാരായ റോജി M. ജോണും അൻവർ സാദത്തും പ്രതികൾ. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ സിജോ ജോസഫാണ് 1-ാം പ്രതി. അന്യായമായ കൂട്ടം ചേരൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, വിവരങ്ങൾ എന്താണ്? ചുമത്തിയ വകുപ്പുകൾ ഏതൊക്കെ അശ്വിൻ? ഇന്ന് രാവിലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. 500-ലധികം പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രവർത്തകരിൽ ചിലർ ബാരിക്കേഡ് മറികടന്ന് പോലീസിന്റെ ജലപീരങ്കി അടക്കം അടിച്ചു തകർക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഈ സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 1-ാം പ്രതി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ സിജോ ജോസഫാണ്. അതിന് പിന്നാലെയാണ് 2 MLA-മാരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. റോജി M. ജോൺ,
അൻവർ സാദത്ത് എന്നിവരൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും കേസിലെ പ്രതിയാണ്. ഇങ്ങനെ കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെയാണ് സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്യായമായ കൂട്ടം ചേരൽ, ഒപ്പം പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് പ്രധാനമായും ചേർത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രധാനമന്ത്രി നിർവഹിക്കുന്നതിൽ വിമർശനം ഘടിപ്പിച്ച് പുരി ശങ്കരാചാര്യർ. രാഷ്ട്രീയ നേതാക്കൾ ചെയ്യാൻ ഇത് പ്രതിമ അനാച്ഛാദനമല്ലെന്നും വിഗ്രഹ പ്രതിഷ്ഠയാണെന്നും നിശ്ചലാനന്ദ സരസ്വതി പ്രതികരിച്ചു. അയോധ്യയിലേത് BJPയുടെ രാഷ്ട്രീയ പ്രചാരണമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അതിനിടെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സമാജ്വാദി പാർട്ടിക്കും BSPക്കും ക്ഷണം ലഭിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിലാണ് പുരി ശങ്കരാചാര്യർ എതിർപ്പ് ഉന്നയിക്കുന്നത്. വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത് ആചാരവിധി പ്രകാരമെന്ന് പുരി ശങ്കരാചാര്യർ നിശ്ചലാനന്ദ സരസ്വതി പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾക്ക് പരിധിയുണ്ടെന്നും ഓർമ്മപ്പെടുത്തൽ. विधि निषेध में ही संविधान होता है, तो शास्त्र सम्मत विधा से भगवान की प्रतिष्ठा हो, पूजा आदि का प्रक्रम हो, इतनी सी बात है. इसमें कोई शंकराचार्य विज्ञान को प्राप्त नहीं है, मतभेद किसी में नहीं है. പുരി ശങ്കരാചാര്യന്മാരുടെ വിമർശനം കോൺഗ്രസ് ഏറ്റെടുത്തു. അയോധ്യയിൽ BJP നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇവരിപ്പം നടത്തുന്നത്, അയോധ്യയിൽ നടത്തുന്നത്, ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് 2024 തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ലോഞ്ചാണ് 22-ാം തീയതി. അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലല്ലോ. ഉത്തർപ്രദേശ് BJPയുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെ ക്ഷണിച്ചത്. കർസേവകർക്കെതിരെ വെടിവെച്ച സമാജ്വാദി പാർട്ടിയെ ക്ഷണിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു UP BJPയുടേത്. ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യം അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിട്ടില്ല. 24 ഡൽഹി. മല്ലികാർജ്ജുൻ ഖർഗെയെ ഇന്ത്യ സഖ്യത്തിന്റെ അധ്യക്ഷനാക്കാൻ ധാരണ. കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ നിതീഷ് കുമാർ വിസമ്മതം അറിയിച്ചതായി സൂചനയുണ്ട്. മമതാ ബാനർജിയും അഖിലേഷ് യാദവുമായി ആലോചിച്ച ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. ഇന്ത്യ സഖ്യകക്ഷികളെ കോൺഗ്രസ് ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ക്ഷണിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ അധ്യക്ഷനാക്കാനുള്ള ധാരണ. നിതീഷ് കുമാറിനെ കൺവീനറായി തീരുമാനിച്ചേക്കുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ നിതീഷ് കുമാർ ഈ തീരുമാനത്തെ എതിർത്തു. പദവികൾ വേണ്ടെന്നും BJPക്കെതിരായ പോരാട്ടമാണ് പ്രധാനമെന്നും യോഗത്തിൽ നിതീഷ് പറഞ്ഞു. മമതാ ബാനർജിയുടെ അതൃപ്തി കണക്കിലെടുത്താണ് നിതീഷിന്റെ തീരുമാനമെന്നാണ് സൂചന. യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന മമതാ ബാനർജി, അഖിലേഷ് യാദവ് എന്നിവരുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം. നാളെ ആരംഭിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ക്ഷണിച്ചു. മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ ഐക്യമില്ലെന്നും പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ പാർട്ടികളുടെയും നേതാക്കളെന്നും BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് വിമർശിച്ചു. 24 ഡൽഹി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നാളെ തുടക്കം. നാളെ രാവിലെ 11 മണിക്ക് രാഹുൽ ഗാന്ധി ഇംഫാലിലെത്തുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിക്ക് കൊങ്ജാം യുദ്ധ സ്മാരകത്തിൽ നിന്നാണ് യാത്ര തുടങ്ങുക. जैसा कि आप जानते हैं, कल 14 तारीख को तोबाल से भारत जोड़ो न्याय यात्रा की शुरुआत होने वाली है. राहुल जी 11 बजे आ रहे हैं इम्फाल और सीधा खोंगजोम युद्ध स्मारक जो है, जो एक ऐतिहासिक जगह है, जिसका उद्घाटन हमारे देश के राष्ट्रपति प्रणब मुखर्जी जी ने, जब इबोवी सिंह जी मुख्यमंत्री थे, उन्होंने किया था 2016 में. 24 മനസ്സ് തുറന്ന് വി മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിക്കാനുള്ള താൽപര്യം തുറന്നു പറഞ്ഞ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ നിന്ന് ഇത്തവണ BJPക്ക് MP ഉണ്ടാവുമെന്നും വി മുരളീധരൻ 24 വ്യക്തമാക്കി. സിൽവർ ലൈൻ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിനെ സംരക്ഷിച്ചത് CPIM ആണെന്നും 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലമാണ് താൽപര്യമെന്ന് 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തുറന്നു പറഞ്ഞു. എനിക്ക് ഏറ്റവും മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലം ആറ്റിങ്ങലാണ്. പക്ഷേ അവസാനത്തെ തീരുമാനം പാർട്ടിയുടേതാണ്. താങ്കൾ സജ്ജമായി കഴിഞ്ഞു? ഞാൻ സജ്ജമാണ്. കേരളത്തിൽ നിന്ന് BJPക്ക് ഇത്തവണ MP ഉണ്ടാകും. വിജയം ഉറപ്പിക്കാനാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നതെന്നും
മുരളീധരൻ പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിക്കില്ലെന്ന് 100% ഉറപ്പാണ്. റെയിൽവേ മന്ത്രിയുമായിട്ട് റെയിൽവേ വകുപ്പിലെ പ്രധാനപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇത് നടക്കില്ല. അതായത് കേന്ദ്ര അനുമതി കിട്ടില്ല. താങ്കൾ തീർത്തു പറയുകയാണ്. 100%. സിൽവർ ലൈൻ കേരളത്തിൽ വരില്ല. ആവശ്യമില്ല. കൈവട്ട് കേസിലെ മുഖ്യപ്രതി സവാദിനെ ഒളിപ്പിച്ചത് CPIMന്റെ അറിവോടെയാണെന്നും വി മുരളീധരൻ ആരോപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തന മേഖലയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരാളെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. പാർട്ടി ഗ്രാമങ്ങളാണ് അവിടെ. ആ പാർട്ടി ഗ്രാമത്തിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരാൾ 13 വർഷം താമസിച്ചിട്ട് അവരൊന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ പറയുന്ന നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അയോധ്യ വിഷയത്തിൽ ലീഗും സമസ്തയും കോൺഗ്രസിനെ പേടിപ്പിച്ചെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. സമസ്തയും ലീഗും പക്വമായ നിലപാടാണ് സ്വീകരിച്ചതെന്നായിരുന്നു ഇതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പക്വതയേറിയ തീരുമാനമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ സയ്യദ് ജഫ്രി തങ്ങളൊക്കെ എടുത്ത തീരുമാനം. കാരണം ഒരു മുറിവും ഉണ്ടാക്കരുത്, ഒരു പോറൽ പോലും കേരളത്തിന്റെ ശരീരത്തിന് ഏൽക്കരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവരത് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് 24. പാർട്ടി പറഞ്ഞാൽ കോട്ടയത്ത് മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് PC തോമസ്. മുമ്പ് മത്സരിച്ചതിനാൽ മണ്ഡലം തനിക്ക് പരിചിതം. സ്ഥാനാർത്ഥിയുടെ പ്രായമല്ല വിജയസാധ്യതയാണ് നോക്കുന്നതെന്നും PC തോമസ് 24നോട് പറഞ്ഞു. UDF സീറ്റ് വിഭജനത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലം കേരള കോൺഗ്രസിന് തന്നെ ലഭിക്കുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ പല നേതാക്കളും സ്ഥാനാർത്ഥിയാകാനുള്ള താൽപ്പര്യവുമായി രംഗത്തുണ്ട്. PC തോമസ് തന്നെയാണ് ആദ്യം അവകാശവാദം ഉന്നയിച്ചത്. മുൻപ് മത്സരിച്ചിട്ടുള്ളതിനാൽ കോട്ടയം മണ്ഡലം തനിക്ക് പരിചിതമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും PC തോമസ്. 7 സീറ്റ് മതി ഒരു പാർലമെന്റ് മണ്ഡലത്തിന്. അപ്പോൾ 10 സീറ്റ് മത്സരിച്ച ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ന്യായമായിട്ടും കേരള കോൺഗ്രസിന് ഒരു അർഹതപ്പെട്ട ഒരു സീറ്റാണ്. പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിച്ച് പാർട്ടി പറയുകയാണെങ്കിൽ പാർട്ടി പറയുന്നത് കേൾക്കുന്ന ഒരാളാണല്ലോ പാർട്ടിക്കാരൻ. ഞാൻ അങ്ങനെ ഒരാളാണ്. സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത മാത്രമാണ് പാർട്ടി പരിഗണിക്കുന്നത്, അല്ലാതെ മുതിർന്നയാളാണോ ചെറുപ്പക്കാരനാണോ എന്നല്ലെന്നും PC തോമസ് പറഞ്ഞു. ഒരു സീറ്റ് എന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് UDFൽ ഉന്നയിച്ചിരിക്കുന്നത്. കോട്ടയം തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും PC തോമസ് പറഞ്ഞു. 24 കൊച്ചി. പണിമുടക്കിലേക്ക് കടന്ന സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർക്ക് നൽകാൻ 38 കോടി രൂപ അനുവദിച്ച് സർക്കാർ. ചൊവ്വാഴ്ച പണം വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. 3 മാസത്തെ കുടിശ്ശികയും തീർക്കാതെ സമരം പിൻവലിക്കില്ല എന്ന നിലപാടിലാണ് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. FCI സപ്ലൈകോ ഗോഡൌണുകളിലേക്കും ഇവിടെ നിന്ന് വാതിൽപ്പടി വിതരണത്തിനായി റേഷൻ കടകളിലേക്കും അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ കരാറെടുത്തവരാണ് ഇന്ന് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. റേഷൻ വിതരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുമെന്ന് വന്നതോടെയാണ് നവംബറിലെ കുടിശ്ശികയും ഡിസംബർ മാസത്തെ കമ്മീഷനും പൂർണ്ണമായി നൽകാൻ 38 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. അവധി ദിനങ്ങൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച പണം കരാറുകാരുടെ അക്കൗണ്ടിലെത്തും. അതിനുശേഷമാകും സമരത്തിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ തീരുമാനമെടുക്കുക. ജനങ്ങളെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം സമരരീതികളെ കർശനമായി നേരിടുമെന്നും സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. 24 കൊച്ചി. സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കാതെ പാർട്ടി പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ മാത്രമാക്കിയെന്ന വാർത്ത തള്ളി CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. പരാമർശം വളച്ചൊടിച്ചുവെന്നും വാർത്ത നൽകിയ പത്രം മാപ്പ് പറയണമെന്നും ബൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു. CPIM സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തിട്ടില്ലെന്ന് K മുരളീധരൻ MP ആരോപിച്ചു. ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ബൃന്ദ കാരാട്ടിന്റെ പുസ്തകത്തിലെ പരാമർശമെന്ന രീതിയിലായിരുന്നു പത്രവാർത്ത. ദേശീയ തലത്തിൽ തന്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. CPIM പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ മാത്രമായി പരിഗണിച്ചു. പാർട്ടിയിലെ രാഷ്ട്രീയമായ ഭിന്നതകളുടെ സന്ദർഭങ്ങളിൽ ഈ സമീപനം കൂടുതലായിരുന്നുവെന്നും പുസ്തകത്തിൽ ബൃന്ദ കാരാട്ട് പരാമർശിക്കുന്നുവെന്നായിരുന്നു പത്രവാർത്ത. പിന്നാലെ വാർത്ത നിഷേധിച്ച് ബൃന്ദ കാരാട്ട് തന്നെ രംഗത്തെത്തി. ആരോപണങ്ങൾക്ക് മറുപടി ഇങ്ങനെ: It is very extraordinary that Malayalam Manorama should give such a sensationalist headline which is completely manufactured. I condemn it. It's not fair on the author to manufacture a headline and put it in quotes. It is unfair, it is unethical to put a headline in quotes which does not exist in the book. I hope they will give me an apology. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തിട്ടില്ലെന്നും പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായതുകൊണ്ടാണ് ബൃന്ദ കാരാട്ട് ഇത്രയും എത്തിയതെന്നും K മുരളീധരൻ MPയുടെ പ്രതികരണം.
മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തിട്ടില്ലല്ലോ. വൃന്ദാ കാരാട്ട് പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഇത്ര എത്തിയത്. അല്ലാത്ത ഒരു സ്ത്രീകളും അവിടെ എവിടെ എത്തിയിട്ടില്ല. അത് പറയൽ മാത്രമേ ഉള്ളൂ. പത്രവാർത്തയുടെ തലക്കെട്ട് തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണെന്നും 1975 മുതൽ 1985 വരെയുള്ള തന്റെ ഡൽഹി ജീവിതത്തിലെ അനുഭവങ്ങളാണ് പുസ്തകത്തിലുള്ളതെന്നും ബൃന്ദ കരാട്ട് വ്യക്തമാക്കി. 24 ഡൽഹി. ഇനി നോക്കാം ശബരിമല വാർത്തകൾ. ശബരിമല മകരവിളക്കിന് ഇനി 2 നാൾ മാത്രം. മകരജ്യോതി ദർശനത്തിനായി 2 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. ഇന്ന് വൈകുന്നേരം നടന്ന പ്രസാദ ശുദ്ധിക്രിയകളോടെയാണ് ശബരിമലയിൽ മകരവിളക്കുത്സവത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾക്ക് തുടക്കമായത്. നാളെ രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയകൾ നടക്കും. മകരവിളക്കിന് മുന്നോടിയായി 10,000-ങ്ങളാണ് സന്നിധാനത്ത് പർണശാലകൾ കെട്ടി തമ്പടിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. മകരജ്യോതി ദർശനത്തിനായി ഒരുക്കിയ 10 വ്യൂ പോയിന്റുകളിൽ ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കാതെ എല്ലാവരും വളരെ സുഗമമായിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു എക്സിറ്റ് പ്ലാനും അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള സംഘം പന്തളം കൊട്ടാരത്തിൽ നിന്ന് യാത്ര തിരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ദർശനത്തിന് വെച്ച ശേഷം അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ ഘോഷയാത്ര സമാപിച്ചു. 15-ന് രാവിലെ കാനനപാതയിൽ പ്രവേശിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് പാണ്ടിത്താവളം വഴി സന്നിധാനത്തെത്തും. 24 സന്നിധാനം. ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാനുള്ള നടപടിക്രമങ്ങളിൽ സമഗ്ര മാറ്റത്തിന് സർക്കാർ ഒരുങ്ങുന്നു. നിബന്ധനകൾ കർശനമാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഇനി ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകാൻ 30-ൽ 25 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകണം. KSRTC പൂർണ്ണമായും ലാഭത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങളുടെ എണ്ണത്തിലും ഡ്രൈവിംഗ് ടെസ്റ്റിലെ എച്ചെടുക്കലിലും ഉൾപ്പെടെ സമഗ്രമാറ്റം വരുത്താനാണ് നീക്കം. 30 ചോദ്യങ്ങളിൽ 25 എണ്ണം ശരിയാക്കിയാൽ മാത്രമേ ഇനി ലേണേഴ്സ് പരീക്ഷ പാസ്സാകൂവെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ലേണേഴ്സിൽ 12 പാസ്സായാൽ പാസ്സാവുമായിരുന്നു. ഇനി അങ്ങനെയല്ല, 30 ചോദ്യമാക്കി വർദ്ധിപ്പിക്കുകയാണ്. 25 ചോദ്യം പാസ്സാവണം ലേണേഴ്സിൽ. പിന്നെ ഡ്രൈവിംഗ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സൊക്കെ വരച്ചു കൊടുക്കുന്നു. അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം. പിന്നെ മുന്നോട്ട് വളഞ്ഞു പോകാനുള്ള വഴി, തിരിച്ച് റിവേഴ്സിൽ അതുപോലെ വരിക, അല്ലെ എച്ചൊന്നും അല്ല. പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം. ഒരു ദിവസം ഒരു RTO ഓഫീസിൽ നിന്ന് 20-ലധികം ലൈസൻസ് അനുവദിക്കില്ല. ഇക്കാര്യം വ്യക്തമാക്കി ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തും. ഫ്രീക്കന്മാർ കഴിവുകൾ കാണിക്കാൻ പ്രത്യേകം സ്ഥലം കണ്ടെത്തണമെന്നും മന്ത്രി. 20 ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ഓഫീസിന് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് ഉടനെ വരും. 20 ലൈസൻസ് അതിൽ കൂടുതൽ വേണ്ട. അതിൽ വരുന്ന ഒരു പ്രതിസന്ധി വെപ്രാളവും പത്രവാർത്തകൾ കാണും. അതൊന്നും സാരമില്ല. KSRTC ബസ്സുകൾ പൂർണ്ണമായി ലാഭത്തിൽ ഓടിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി. നമ്മൾ അനാവശ്യമായ എല്ലാ ഓട്ടവും KSRTC നിർത്തുകയാണ്. KSRTCയുടെ അനാവശ്യമായ എല്ലാ ചെലവുകളും കർശനമായി ഞാൻ തന്നെ നേരിട്ട് കട്ട് ചെയ്യാണ്. ഓരോ ദിവസവും തൊഴിലാളി യൂണിയനുകളും സംഘടനകളും വ്യക്തികളും അറിയിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരമാവധി ചെലവ് ചുരുക്കുകയാണ്. ആഡംബരത്തിനായി KSRTC ബസ്സുകൾ ഇനി എവിടേക്കും ഓടിക്കില്ലെന്നും ജീവനക്കാരോട് പറയാനുള്ളത് കത്തായി അയക്കുമെന്നും മന്ത്രി പറഞ്ഞു. 24 കൊല്ലം. MT വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനത്തിൽ വിവാദം തുടരുന്നു. MT വിമർശിച്ചത് പിണറായി വിജയനെ തന്നെയാണെന്നും EMS-നെ ഉദാഹരിച്ച് നരേന്ദ്രമോദിയെ വിമർശിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ ഏകാധിപത്യ പ്രവണതയില്ലെന്ന് KLF വേദിയിൽ തന്നെ വ്യവസായ മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. MT വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തിയതാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. MT വാസുദേവൻ നായരുടെ വിമർശനങ്ങളിൽ വിവാദങ്ങൾ അവസാനിക്കാതെ തുടരുകയാണ് 3-ാം ദിനത്തിലും. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ് നടത്തിയത്. പ്രധാനമന്ത്രി മോഡിയെയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് MT വിമർശിച്ചതെന്നും EMS-നെ ഉദാഹരിച്ചത് അതിനുവേണ്ടിയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ EMS-ഉമായിട്ട് താരതമ്യം ചെയ്യുന്നതിലൂടെ തന്നെ വളരെ കൃത്യമായിട്ട് MT ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ സാഹചര്യങ്ങളാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ മാത്രമല്ല, കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ളൊരു വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇല്ലാത്തതാണ് എന്നുള്ള ഒരു പരാമർശം, ഒരു വ്യംഗ്യമായിട്ടുള്ള ഒരു പരാമർശം. MT വിമർശനം നടത്തിയ KLF വേദിയിൽ തന്നെ വ്യവസായ മന്ത്രി പി രാജീവ് നടത്തിയ പരാമർശം
പരോക്ഷ വിമർശനമാണ്. കേരളത്തിൽ ഏകാധിപത്യ പ്രവണതയില്ലെന്നും കേന്ദ്രം ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഒരു വ്യക്തി ഒരു അധികാരത്തിൽ ഇരുന്നിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മാത്രം കാണാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ പ്രശ്നം നിങ്ങൾ നോക്കുമ്പോൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ്, ഏറ്റവും ഗൗരവമായ പ്രശ്നമാണ്. MTയുടെ വിമർശനത്തെ കേരളത്തിൽ ഒതുക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണെന്നും അതിൽ MTയെ കുരുക്കാതെ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉത്കണ്ഠകൾ അദ്ദേഹത്തിന് പ്രകടിപ്പിച്ചു. ആ ഉത്കണ്ഠ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്ന തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ MTയെ ചെറുതാക്കുന്നത്. ആ പ്രവർത്തനത്തിൽ നിന്നും ആ നീക്കങ്ങളിൽ നിന്നും ദയവായി അങ്ങനെയുള്ളവർ പിൻവലിയണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. എന്നാൽ വിവാദങ്ങൾ KLFന് പുത്തരിയല്ലെന്നും MT ഏതു വേദിയിൽ പറയുന്നതിനും പ്രാധാന്യമുണ്ടെന്നും KLF മുഖ്യ സംഘാടകൻ DC രവി 24നോട് പറഞ്ഞു. MT എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഏത് ഒരു പരിപാടിക്ക് പോയാലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചോളം അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നൊരു സാധനം. തീർച്ചയായിട്ടും അത് ഇവിടെയും സംഭവിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇക്കുറി KLF വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത്. 24 കോഴിക്കോട്. തായ്വാനിൽ അമേരിക്കൻ അനുകൂല പാർട്ടിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുടെ വില്യം ലായ് ചിങ്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായ 3ാം തവണയാണ് DPP അധികാരത്തിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തായ്വാനെതിരെ ചൈനീസ് നീക്കം ശക്തമാക്കാനുള്ള സാധ്യതകളും വിലയിരുത്തപ്പെടുന്നുണ്ട്. തായ്വാൻ ചൈന സ്വാധീനത്തിൽ നിന്ന് പുറത്തുവരണമെന്ന നിലപാടുള്ള പാർട്ടിയാണ് DPPയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വില്യം ലായ് ചിങ്തെയും. ഒരു രാജ്യം രണ്ട് ഭരണവ്യവസ്ഥ പോലുള്ള ഹോങ്കോങ് മോഡലിനോട് അവർ യോജിക്കുന്നില്ല. ചൈനീസ് അനുകൂല പാർട്ടിയായ കുമിങ്താങ് പാർട്ടിയും തായ്വാൻ പീപ്പിൾസ് പാർട്ടിയുമായിരുന്നു DPPയുടെ എതിരാളികൾ. DPPയുടെ വിജയത്തോടെ വരും നാളുകളിൽ ചൈന പ്രകോപനം ശക്തിപ്പെടുത്തുകയും ദ്വീപിന് മേൽ വീണ്ടും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമെന്നുറപ്പാണ്. രാജ്യത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് ശേഷം 2016ലും 2020ലും നടന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയാണ് വിജയിച്ചത്. 3ാം തവണയും അധികാരത്തിലേക്ക് DPP തന്നെ എത്തിയതോടെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തോടുള്ള കടുത്ത എതിർപ്പാണ് തായ്വാനീസ് ജനത പ്രകടിപ്പിച്ചിരിക്കുന്നത്. ചൈനയ്ക്കേറ്റ കടുത്ത തിരിച്ചടിയായാണ് തായ്വാൻ തെരഞ്ഞെടുപ്പ് വിധിയെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. റിസർച്ച് ഡെസ്ക് 24. പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ പാക് അധീന കശ്മീർ സന്ദർശനത്തിൽ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെ പ്രതിഷേധമറിയിച്ചു. ഈ മാസം 10-നാണ് പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ പാക് അധീന കശ്മീർ സന്ദർശിച്ചത്. ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും പ്രാദേശിക അഖണ്ഡതയുടെയും ലംഘനം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാവ് ചെറിയാൻ ഫിലിപ്പ്. പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ നേതൃത്വം യുവാക്കൾ പിടിച്ചെടുക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും തലമുറ മാറ്റം അനിവാര്യമാണെന്നും ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പ്രസ്താവനയാണ് ചെറിയാൻ ഫിലിപ്പിന്റേത്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജനഹിതം മാനിച്ചുള്ള പുതിയ കർമ്മമാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. ഇതിനായി യുവാക്കൾ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് എത്തണം. യൂത്ത് കോൺഗ്രസിനെയും KUCനെയും വന്ധീകരിച്ചതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം. ഗ്രൂപ്പ് രാഷ്ട്രീയം സൃഷ്ടിച്ച ജീവനില്ലാത്ത സ്ഥിരം പ്രതിഷ്ഠകളെ തച്ചുടയ്ക്കുന്ന ബുൾഡോസറായി യൂത്ത് കോൺഗ്രസ് മാറണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. യഥാർത്ഥത്തിൽ KSUവും യൂത്ത് കോൺഗ്രസും വന്ധീകരിക്കപ്പെട്ടു. അതിനെതിരെയാണ് ഞാൻ കോൺഗ്രസിൽ ശക്തമായി പോരാടിയത്. ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUവും സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. എല്ലായിടത്തും പൊട്ടിമുളയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ശക്തിപ്പെടുത്താതെ കോൺഗ്രസിന് രക്ഷയില്ല. കോൺഗ്രസ് അതാണ് ചെയ്യേണ്ടത്. സ്വന്തം സ്ഥാപിത താല്പര്യം മാത്രം സംരക്ഷിക്കുന്നവരാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കൾ. അവരുടെ അടിമകളായി യൂത്ത് കോൺഗ്രസ് വ്യക്തിത്വം ബലികഴിക്കരുതെന്നും ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPമാർക്ക് തന്നെ കോൺഗ്രസ് ടിക്കറ്റ് നൽകിയേക്കുമെന്ന സൂചനകൾക്കിടെയാണ് പാർലമെന്ററി രംഗത്ത് തലമുറ മാറ്റമെന്ന ആവശ്യവുമായി ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. സമരമുഖത്ത് കോൺഗ്രസ് നിർജീവമെന്ന ആരോപണങ്ങൾക്കിടെയുള്ള മുനവെച്ച പോസ്റ്റ് പാർട്ടിയിൽ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. തിരുവനന്തപുരത്ത് നിന്ന് അൽ അമീൻ, 24. കേരളം ആസ്ഥാനമായ ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തൽ. ചേർപ്പ് പോലീസ് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. മണി ചെയിൻ മാതൃകയിൽ പണം പിരിച്ചാണ് തട്ടിപ്പ്. ക്രൈംബ്രാഞ്ചോ കേന്ദ്ര ഏജൻസികളോ അന്വേഷിക്കണമെന്നാണ് ചേർപ്പ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്.
കോഴിക്കോട് സ്വദേശി PA വത്സലന്റെ പരാതിയിലാണ് വിശദമായ അന്വേഷണത്തിന് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SI ശ്രീലാൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂർ ചേർപ്പ് സ്വദേശി KD പ്രതാപനാണ് ഹൈറിച്ച് കമ്പനിയുടെ MD. ഇന്ത്യയൊട്ടാകെ വേരുകളുള്ള കമ്പനിക്ക് കേരളത്തിൽ മാത്രം 78 ശാഖകളുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് എന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും നടത്തുന്നത് മണി ചെയിൻ സാമ്പത്തിക ഇടപാടുകളെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ തന്നെ മറ്റൊരു സ്ഥാപനമായ അനശ്വര ട്രേഡേഴ്സിന്റെ പേര് പറഞ്ഞാണ് ആദ്യം ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചത്. പിന്നീട് OTT, ക്രിപ്റ്റോ കറൻസി എന്നിങ്ങനെ പലതും പറഞ്ഞ് പണം സമാഹരിച്ചു. 700 രൂപ മുതൽ 10,000 രൂപ വരെ നിക്ഷേപിച്ചാൽ വൻ തുക തിരികെ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇത്തരത്തിൽ കുറഞ്ഞത് 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ബഡ്സ് മണി സർക്കുലേഷൻ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു. 1,60,00,000 ഉപഭോക്താക്കൾ ഉണ്ടെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഇവരുടെ തന്നെ HROTTക്ക് 12 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും അവകാശപ്പെടുന്നു. ഇതെല്ലാം പെരുപ്പിച്ച കണക്കുകളെന്ന് പോലീസ്. അന്വേഷണവുമായി സഹകരിക്കാത്തതിനെ തുടർന്ന് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. കൂടുതൽ അന്വേഷണത്തിന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക ഏജൻസിക്കോ ക്രൈംബ്രാഞ്ചിനോ കേസ് കൈമാറണമെന്നാണ് ലോക്കൽ പോലീസിന്റെ ആവശ്യം. മുൻപും തട്ടിപ്പ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് KD പ്രതാപൻ. ഇയാൾ നേതൃത്വം നൽകുന്ന കമ്പനിയുടെ പേരിലുള്ള പുതിയ തട്ടിപ്പിന്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ അന്വേഷണത്തിൽ ആ വേരുകൾ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാകും. തൃശൂരിൽ നിന്നും അജീഷ് ജയകുമാർ, 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.